ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ രുചിയിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് അമ്മ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അമ്മ ഞങ്ങൾക്ക് സാധാരണ ഉണ്ടാക്കി തരുന്ന ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്ക് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളി നമുക്കൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ്, അതും 1 ടീസ്പൂൺ മുഴുവനായിട്ട് ചേർക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടി 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിനടുത്ത് ഗരം മസാല പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഒട്ടും വെള്ളം ഉപയോഗിക്കാതെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെമ്മീനിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ 1/2 കിലോ ചെമ്മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മസാലക്കൂട്ടിൽ നിന്നും ഒരു 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. കുറച്ച് ഭാഗം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അത്രയും ചേർത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ കറക്റ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിനകത്താണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ചെമ്മീൻ ഓരോ പീസസ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ ഒരുമിച്ച് ചേർക്കാതെ ഇതുപോലെ ഓരോ പീസസ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചെമ്മീൻ ഒരിക്കലും ഒത്തിരി സമയം കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ പിന്നെ അതിനൊരു റബ്ബർ ടെക്സ്ചർ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ കുറഞ്ഞ സമയം മതി. ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വന്ന് കുക്കായി വരുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കണ്ടില്ലേ, ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റാം. അതിനുശേഷം അതേ എണ്ണയിലോട്ടേക്ക് തന്നെ, ഞാൻ എക്സ്ട്രാ എണ്ണയൊന്നും പിന്നെ ചേർത്ത് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതേ എണ്ണയിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് അരച്ച് വെച്ചിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. 1-2 തണ്ട് കറിവേപ്പില ഉപയോഗിക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഞാൻ 3 എണ്ണേ ഉപയോഗിച്ചിട്ടുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ വളരെ കുറഞ്ഞ സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒന്നങ്ങ് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 മീഡിയം സൈസായിട്ടുള്ള സവാളയാണ് എടുക്കുന്നത്. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാളയെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. മാക്സിമം നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നോക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ചേർക്കുന്നത്. പിന്നെ നല്ല സ്പൈസി ആയിട്ടിരിക്കാൻ 1 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലോട്ടേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി, ചെറിയ തക്കാളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കാരണം നമ്മൾ നേരത്തെ തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു. മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് അടച്ച് വെച്ച് തക്കാളി കുക്ക് ചെയ്തെടുക്കുക. തക്കാളി നന്നായി വെന്തതിന് ശേഷം ഒന്നുകൂടി അങ്ങ് കുത്തി അടച്ച് കൊടുക്കുക. തക്കാളിയുടെ പീസസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് വേവിച്ച് അടച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അതിനുശേഷം ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ്, അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. എന്നിട്ടൊന്ന് ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ ശരിക്കും വറ്റിയിട്ട് ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലോട്ടേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു ഇത്തിരി സമയം, ഒരു 3-4 മിനിറ്റ് കൂടി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴത്തേക്കും കളറൊക്കെ മാറി കണ്ടില്ലേ, നല്ല ഡാർക്ക് ഷെയ്ഡായി വന്നിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല സ്പൈസി ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ നാടൻ രുചിയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ മൊരിയിച്ചെടുക്കുമ്പോൾ ശരിക്കും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല വെറൈറ്റി ഡിഷസായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.